MSF സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റാപ്പ് സോങ് വിവാദത്തിൽ വിശദീകരണവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഉൾപ്പെടുത്തിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. വർഗീയ താൽപര്യങ്ങളോടെയാണ് SFI പ്രചാരണം. വ്യാജ പ്രചരണത്തിനെതിരെ പരാതി നൽകുമെന്നും CK നജാഫ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഔദ്യോഗികമായി സമൂഹത്തിന് മുമ്പിലേക്ക് വച്ച പാട്ടിലില്ലാത്ത ചിത്രങ്ങൾ ചേർത്ത് വെച്ച് ഞങ്ങളുടെ സംവിധാനത്തെയും സംഘടനയും ഞങ്ങളുടെ നിലപാടിനെയും പൊതുസമൂഹത്തിൽ താറടിക്കുന്ന ചാപ്പകുത്തുന്ന നിലപാടിനെതിരെ വിദ്യാർത്ഥി മനസ്സുണരും എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളാണത് റിലീസ് ചെയ്യുന്നത്. ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ മാർഗ്ഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത് ഉപയോഗപ്പെടുത്തിയാണ് അത് പുറത്തു പോകുന്നത്. അല്ലാത്ത മറ്റൊരു മാർഗ്ഗത്തിൽ ഇത് പുറത്തു പോകാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മാനിപ്പുലേറ്റഡ് ആയ ഒരു വീഡിയോ ഉണ്ടായത് എന്നത് പരിശോധിക്കപ്പെടും. അത് നിയമപരമായി നേരിടും. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ കൂടി ചേർന്നുണ്ട്. ഗോകുൽ, SFI നടത്തുന്ന ഒരു വ്യാജ പ്രചരണമാണ്, അടിസ്ഥാനരഹിതമായ ആരോപണം എന്നാണ് ഇപ്പോൾ MSF പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയാണ് MSFന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ റാപ്പ് സോങ്ങിലാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ ചിത്രം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നത്. MSFന്റെയൊക്കെ പല ഗ്രൂപ്പുകളിലും ഈ വീഡിയോ നേരത്തെ തന്നെ പുറത്തായിരുന്നു. MSFനകത്ത് തന്നെ ഇത് ചർച്ചയായതോടുകൂടിയിട്ടാണ് അത് ഡിലീറ്റ് ആക്കുകയും പിന്നീട് പുതിയൊരു വീഡിയോ പുറത്തിറക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ വീഡിയോ ഔദ്യോഗികമായി ഞങ്ങൾ പുറത്തിറക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ളതാണ് എന്നൊരു ആരോപണമാണ് MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഇപ്പോൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇമ്രാൻഖാന്റെ ചിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച ശക്തമായ അന്വേഷണം വേണം. ഇതു സംബന്ധിച്ച് സൈബർ സെല്ലിന് പരാതി നൽകുമെന്നാണ് CK നജാഫ് പറയുന്നത്. ഈ MSFന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് 2 മിനിറ്റ് 47 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു അവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. AI ഒക്കെ സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടായിരുന്നു പുറത്തിറക്കിയത്. CD സാഹിബിന്റെയും CH മുഹമ്മദ് കോയയുടെയും ഒക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പാണക്കാട് തങ്ങന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി അവരുടെയൊക്കെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ അവർ പുറത്തിറക്കിയത്. അതിൽ 2 മിനിറ്റ് 23 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഭാഗത്താണ് ഇമ്രാൻഖാന്റെ, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായിട്ട് ഇമ്രാൻഖാന്റെ ചിത്രമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് രംഗത്ത് വരുന്നൊരു കാര്യമുണ്ടായിരുന്നു. മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുകയും മതത്തിന്റെ പേരിൽ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഇമ്രാൻഖാനുമായി MSFനും MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ നവാസിനും എന്താണ് ബന്ധം എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ പറയുന്ന SFI സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നത്. അതിനെ പ്രതിരോധിക്കുകയാണ് MSF ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഞങ്ങളല്ല പുറത്തിറക്കിയിട്ടുള്ളത്, ഞങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കിയ വീഡിയോ ഇതല്ല, ഞങ്ങൾ പുറത്തിറക്കിയ വീഡിയോയിൽ ഇമ്രാൻഖാന്റെ ചിത്രം ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഞങ്ങൾ എന്തിനാണ് ഇമ്രാൻഖാന്റെ ചിത്രം ഉൾക്കൊള്ളിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് MSF എന്തായാലും മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം MSFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. 2 ദിവസം മുമ്പ് ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ MK മുനീർ MLA ഈ റീലിന്റെ, അതായത് 2 മിനിറ്റ് 47 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ആദ്യ ഭാഗം പങ്കുവച്ചിരുന്നു. ആദ്യ ഭാഗത്തിൽ ഈ വീഡിയോയിൽ, അതായത് അതിന്റെ ആദ്യ സെക്കൻഡുകൾ 50 സെക്കൻഡ് വരുന്ന ഭാഗമായിരുന്നു പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ അവസാന ഭാഗത്തേക്കാണ് ഇമ്രാൻഖാന്റെ ചിത്രമുള്ളതായിട്ടുള്ള വീഡിയോകൾ പുറത്തേക്ക് വരികയും പ്രചരിക്കുകയും ചെയ്തത്. അത് വലിയ രീതിയിൽ വിവാദമായി, MSFനകത്ത് വിവാദമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. MSFന്റെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ വീഡിയോ വന്നു. അതിനെ ചൊല്ലി അതിനകത്ത് തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ ചൊല്ലി ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഡിലീറ്റ് ആക്കപ്പെട്ടു. എന്നാൽ ആ സമയത്ത് തന്നെ അത് പുറത്തേക്ക് പ്രചരിക്കപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഫേസ്ബുക്ക് കുറിപ്പുമായി ബന്ധപ്പെടുത്തി പുറത്ത് ഇറക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളതല്ല, അതിനെതിരെ പരാതി കൊടുക്കുമെന്നാണ് CK നജാഫ് ഇപ്പോൾ പറയുന്നത്. ശ്രീനിധി, ശ്രീ MSF സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റാപ്പ് സോങ് വിവാദത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് രംഗത്തെത്തിയിരിക്കുന്നത്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഉൾപ്പെടുത്തിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് MSF പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, വർഗീയ താൽപര്യങ്ങളോടെയാണ് SFI ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതും അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണത്തിനെതിരെ പരാതി നൽകുമെന്നതാണ് MSF പറഞ്ഞു വെക്കുന്നത്. ഗോകുൽ K വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.